മിന്നുവും ചിറകുകളുള്ള കഴുതയും. ഒരിക്കൽ ഒരു കാടിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞു ഗ്രാമത്തിലെ ഒരു കുഞ്ഞു വീട്ടിൽ മിന്നു എന്ന പെൺകുട്ടിയും അവളുടെ അമ്മയും ജീവിച്ചിരുന്നു. അവൾ അവളുടെ അയൽപ്പക്കത്തെ കൂട്ടുകാരുമായി കളിക്കുമായിരുന്നു. മാത്രമല്ല, അവൾക്ക് കാട്ടിലുമുണ്ടായിരുന്നു കൂട്ടുകാർ. അവരുമൊത്തും അവൾ സല്ലപിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു അത്ഭുതം അവൾ കണ്ടു. അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. സ്വപ്നം കാണുകയാണോ എന്ന് തോന്നിപ്പോയി. എന്താണെന്നോ, വലിയ 2 ചിറകുകളുള്ള ഒരു കഴുത. അവളെ കണ്ടപ്പോൾ ആ കഴുത അവളുടെ അരികിലേക്ക് വന്നു. ആദ്യമൊന്ന് പേടിച്ചെങ്കിലും പിന്നീട് അവൾ കഴുതയുമായി കൂട്ടുകൂടി. അവർ അങ്ങനെ നല്ല കൂട്ടുകാരായി മാറി. മിന്നു ആ കഴുതയ്ക്ക് ചിക്കു എന്ന് പേരിട്ടു. ചിക്കു അവളുമൊത്ത് പറക്കുകയും ഒരുമിച്ച് ഓടിക്കളിക്കുകയും ചെയ്തു. അവർ വളരെ സന്തോഷത്തിലായിരുന്നു. ചിക്കു മിന്നുവിനെ കാണാൻ അവളുടെ വീടിൻ്റെ അടുത്തും വന്നു തുടങ്ങി. ഒരിക്കൽ അവളുടെ അമ്മ അത് കണ്ട് അവളെയും ചിക്കുവിനെയും ഒരുപാട് വഴക്ക് പറഞ്ഞു. ചിക്കു മിന്നുവിനെ കാട്ടിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുമെന്ന് അവർ പേടിച്ചു. അതുകൊണ്ട് മിന്നുവിൻ്റെ അമ്മ നാട്ടുകാരോട് പറഞ്ഞ് നാട്ടുകാരെല്ലാം കൂടി ചിക്കുവിനെ കല്ലെറിഞ്ഞ് ഓടിച്ചു. മിന്നുവിന് അത് വളരെ സങ്കടമായി. നേരം ഇരുട്ടിയിരുന്നു. ചിക്കുവിനെ അന്വേഷിച്ച് മിന്നു ആ രാത്രിയിൽ കാട്ടിലേക്ക് പുറപ്പെട്ടു. എവിടെ അന്വേഷിച്ചിട്ടും അവൾക്ക് ചിക്കുവിനെ കാണാൻ പറ്റിയില്ല. അവൾ വഴി തെറ്റി എവിടേക്കോ പോയി. തിരിച്ച് വീട്ടിൽ പോകാനുള്ള വഴി അവൾക്ക് അറിയില്ലായിരുന്നു. ഈ സമയം അവളുടെ അമ്മ അവളെ കാണാതെ കരച്ചിലായിരുന്നു. അവർ നാട്ടുകാരോട് പറഞ്ഞപ്പോൾ അവരും ആകെ വിഷമത്തിലായി. കാട്ടിൽ അകപ്പെട്ടു പോയ മിന്നു പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ അവളെ രക്ഷിക്കാനായി ചിക്കു പറന്നെത്തി അവളെ അവളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുചെന്നാക്കി കൊടുത്തു. നാട്ടുകാരെല്ലാവർക്കും സന്തോഷമായി. അവർ ചിക്കുവിനോട് നന്ദി പറഞ്ഞു. അങ്ങനെ അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മയ്ക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. അമ്മ പശ്ചാത്തപിച്ചു. അവളെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു. ഗുണപാഠം: ആരെയും വില കുറച്ച് കാണരുത്. ചിലപ്പോൾ ഉപദ്രവിക്കുമെന്ന് കരുതി നാം മാറ്റി നിർത്തുന്നവരാവാം ആപത്ഘട്ടത്തിൽ നമ്മെ സഹായിക്കാൻ ഉണ്ടാവുക.